അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തവാഫിനെ കുറിച്ചും സഈനെ കുറിച്ചും ഏതാനും ചില വിശദീകരണങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്തവാഫു ഹൗലൽ ബൈത്തി മിസ്ലു സ്വലാഹ് ഇല്ലാ അന്നക്കും തതകല്ലമൂന ഫീ ഫമൻ തകല്ലമ ഫീ ഫലാ യതകല്ലമു ഇല്ലാ ബിഖൈർ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറയുന്നു, ശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന് ചുറ്റുമുള്ള തവാഫ് അത് നിസ്കാരം പോലെയാണ്. നിങ്ങൾ അതിൽ സംസാരിച്ചില്ല എങ്കിൽ, അഥവാ നിങ്ങൾ അതിൽ സംസാരിക്കുകയാണെങ്കിൽ ഖൈർ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തവാഫിൻ്റെ ഷർത്തുകൾ 8 എണ്ണമാണ്. 1, നിയ്യത്ത് ചെയ്യുക. ഹജ്ജിലോ ഉംറക്കോ ഉള്ള തവാഫാണെങ്കിൽ നിയ്യത്ത് സുന്നത്താണ്. അല്ലാതെ തവാഫാണെങ്കിൽ നിയ്യത്ത് നിർബന്ധമാണ്. 2, ഔറത്ത് മറക്കുക. 3, അശുദ്ധികളിൽ നിന്ന്, നജസുകളിൽ നിന്നൊക്കെ ശുദ്ധിയാവുക. 4, ഹജറുൽ അസ്വദ് കൊണ്ട് തവാഫ് തുടങ്ങുക. നമ്മുടെ 5, കാബ ഇടത് ഭാഗത്തായിരിക്കുക. ശുദ്ധമാക്കപ്പെട്ട കാബാലയം നമ്മുടെ ഹാർട്ടിൻ്റെ സൈഡിൽ, ഹൃദയത്തിൻ്റെ സൈഡിൽ ഇടത് ഭാഗത്ത് കാബാലയം ആക്കുക. 6, തവാഫ് 7 പ്രാവശ്യമായിരിക്കുക. 7, തവാഫ് പള്ളിയിലും കാബക്കും പുറത്തായിരിക്കുക. ഉദാഹരണം, ഹിജ്ർ ഇസ്മായിലും ഷാദുർവാനൊക്കെ കാബക്ക് അകത്താണ്, അതിൻ്റെ പുറത്തിലൂടെ തവാഫ് ചെയ്യുക. അതുപോലെ തന്നെ 8, തവാഫ് മറ്റൊരു ആവശ്യത്തിനില്ലാതിരിക്കുക. എന്ന് പറഞ്ഞാൽ, നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ നമ്മളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ അവരെ അന്വേഷിക്കുന്ന രീതിയിലാവരുത് തവാഫ്. ഈ 8 ഷർത്തുകളാണ് തവാഫിനെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഷാഫി മദ്ഹബിൽ. അതുപോലെ തന്നെ മറ്റൊരു കർമ്മമാണല്ലോ സഈ. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹന്നാസു ഇസ്ഔ ഫഇന്ന സഈയ ഖദ് കുതിബ അലൈക്കും. ഓ ജനങ്ങളെ, നിങ്ങൾ സഈ ചെയ്യുവീൻ, തീർച്ചയായും സഈ നിങ്ങളുടെ മേൽ നിർബന്ധമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അള്ളാഹുവിൻ്റെ ഷിആറുകളാണെന്ന് ശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ കാണാം. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണെന്ന് ഖുർആനിൽ കാണാം. സഈൻ്റെ ഷർത്തുകൾ 3 ആണ്. 1, സഫാ പർവ്വതം കൊണ്ട് തുടങ്ങുക. 2, 7 പ്രാവശ്യമായിരിക്കുക. സഫയിൽ നിന്ന് മറുവയിലേക്ക് 1 പ്രാവശ്യവും മറുവയിൽ നിന്ന് സഫയിലേക്ക് 2ാമത്തെ പ്രാവശ്യം, അങ്ങനെ 7 പ്രാവശ്യം അങ്ങനെ ഇങ്ങോട്ട് നടക്കുക. 3, തവാഫിൻ്റെ ശേഷമായിരിക്കുക സഈ ചെയ്യേണ്ടത്. ഈ 3 ഷർത്തുകളാണ് സഈന് ഉലമാ രേഖപ്പെടുത്തിയത്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകട്ടെ. ധാരാളമായി തവാഫും സഈയൊക്കെ ചെയ്ത് മഖ്ബൂലും മബ്റൂറുമായ ഉംറയും ഹജ്ജൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.